എനിക്കാകെ 23 വയസ്സായിട്ടുള്ളൂ. 23 വയസ്സല്ലേ? അപ്പത്തെ പുതിയ ആൾക്കാർ വന്നേ? വന്ന് ഇന്നലെ കുറെ സാധനം കറക്കുന്ന കണ്ടിരുന്നു. ദേ അവിടെ ഒരു ചേട്ടൻ. എവിടെ? ഇന്റമ്മോ, എന്തൊരു ഭംഗിയാ കാണാൻ. നല്ല സ്റ്റൈലുള്ള ഒരു ചേട്ടൻ. എവിടെ? വാ ചേട്ടാ, ദേ നോക്ക്. നല്ല രസല്ലേ ചേട്ടാ? ഓ, അവന്റെ ഒരു എക്സസൈസ്. എന്തൊരു ഷോ ഓഫാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. എനിക്കെന്തിനാ അസൂയ? മനസ്സിലാവും. ഒന്ന് പോയ മീരെ, ഞാൻ പോവാ. എനിക്ക് വയ്യ അവന്റെ ഷോ ഓഫ് ഒന്നും കാണാൻ. ഓ പിന്നെ 2 ഡമ്പൽ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അങ്ങ് സ്റ്റൈലാവുമല്ലേ. എന്നാ എൻ്റെ അടുത്തും ഉണ്ട് ഡമ്പല്. എനിക്കും പറ്റും ഡമ്പലൊക്കെ എടുത്ത് പൊക്കാൻ. അയ്യോ, ഇനിയിപ്പോൾ അതെങ്ങനെ എടുക്കും? ഓ, ഒന്നൊക്കെ തന്നെ ധാരാളം. എൻ്റെ അമ്മ ഇതൊന്നും മടങ്ങാത്തേ. അമ്മേ, എന്നെ കൊണ്ട് പറ്റൂല. എങ്ങനെങ്കിലും എനിക്ക് അവനെ കടത്തി വെട്ടിയേ പറ്റൂ. എന്തേ? പിന്നെ ഞാൻ അവളെ ആലോചിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ എന്തിനാണ് അവളെ പറ്റി ആലോചിക്കുന്നേ? എന്നിട്ട് എന്താ ചോദിച്ചേ? എന്താണ് ഇവിടെ ഒരു ചർച്ച? ഞാൻ ചേട്ടനോട് ചിന്നി ചേച്ചി വിളിച്ച കാര്യം പറഞ്ഞതാ. ആ, ചേട്ടനെ ചിന്നു കാണണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ആയിക്കോട്ടെ. ചേട്ടൻ എങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ തോപ്പിക്കാം എന്നാണ് ആലോചിക്കുന്നത് അല്ലേ ചേട്ടാ? ഞാൻ എന്തിനാ അവനെ തോപ്പിക്കുന്നേ? ചേട്ടൻ ദേഷ്യപ്പെടുന്ന എന്തിനാ? അപ്പൊ അതന്നെയാണല്ലേ സത്യം. ജിമ്മ് പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? പിന്നെ എനിക്കൊന്നും വയ്യ. അല്ലെങ്കിലും ചേട്ടനെ കൊണ്ടൊന്നും പറ്റില്ല ചേട്ടാ. ഓ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അത് ഞാൻ അമ്മേനോട് ചോദിക്കണമെന്ന് വിചാരിച്ച്. എന്താ അവിടെ ഇത്രയും കാലം ആൾക്കാരില്ലേ? ഹായ് ആന്റി. എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുറത്ത് താമസിക്കുന്നയാ. ഇതാ ആന്റി, കുറച്ച് ബിരിയാണിയാ. അമ്മ ഉണ്ടാക്കിയതാ. ഓ ആയിക്കോട്ടെ. എന്റെ പേര് നീരജ്. ഏത് പാട്ട്? ഓ അതോ, താങ്ക് യു. നിങ്ങളെയൊക്കെ പേരെന്താ? ഇതാരാ? ഹായ് ബ്രോ. ഹായ്. അല്ലല്ല, ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുക. ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല. എന്നിട്ടൊക്കെ ഇറങ്ങാലോ വിചാരിച്ചു പുറത്തേക്ക്. എന്നാ പോട്ടോ, കാണാം. ബൈ. എനിക്ക് വല്ലായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അസൂയപ്പെടാൻ പറ്റിയ ഒരാള്. എന്താ? ഓ, എന്നെ ഒന്നും ആർക്കും വേണ്ടല്ലോ. എല്ലാവർക്കും ആ നീരജനെ പോരെ. കുട്ടികളെ പോലെ ഒന്നല്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്നെ കൊണ്ട് മാത്രം ഒന്നും പറ്റൂല, അവനെ കൊണ്ട് എല്ലാം പറ്റും. ശരിയാ, എനിക്ക് കഴിവൊന്നുമില്ല. ഞാൻ എന്താക്കണം? അമ്മയും തുടങ്ങി എന്നെ കളിയാക്കാൻ. എന്താണ് മിസ്റ്റർ സജിൻ, സങ്കടത്തിലാണല്ലോ? ഞങ്ങൾ കളി നോക്കിയില്ലല്ലോ. ആ ചേട്ടന് കഴിവുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഓ, എന്നെക്കാളും നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം അവനെയാണല്ലോ. ചെറുതായിട്ട് അങ്ങനെയാണ്. ഓ, എനിക്കറിയാം. ചേട്ടൻ ഇപ്പൊ കരയും. ചേട്ടന് ഭയങ്കര സങ്കടം. എനിക്ക് സങ്കടമൊന്നുമില്ല. അമ്മേനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്?
പറഞ്ഞോണ്ടല്ല. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു എക്സ്ക്യൂസാ. ഹോഫ്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കിട്ടിയാൽ മതിയേനു. അവൻ അവന്റെ അമ്മേനോടാണ് അതൊക്കെ പറയുന്നേ. അയ്യോ പാവം അമ്മ. അത് പിന്നെ മോനെ, നിങ്ങളൊന്നും പറയണ്ട, പറഞ്ഞെടുത്തോളം മതി. ഒന്നും മിണ്ടാതെ പോവോ? എന്തൊരു ദുഷ്ടനല്ലേ. അവൻ അവന്റെ അമ്മേനോട് അങ്ങനെയൊക്കെ പറയുന്നേ. എന്തൊരു വൃത്തിയുടെ സ്വഭാവാ. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല മോനല്ലേ, വളരെ നല്ല സ്വഭാവമുള്ള ആളല്ലേ. കുറേ മസിലുണ്ട്, നല്ല പൈസ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലുണ്ട്. പിന്നെന്താ പ്രശ്നം? നിങ്ങൾക്കൊക്കെ അല്ലേനോ ഭയങ്കര ഇഷ്ടം അവനെ. എന്തൊക്കെ പറഞ്ഞാലും സ്വഭാവം നന്നാവുണ്ട് ചേട്ടാ. എന്തൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലേ സജിന്റെ വായന അങ്ങനെയൊന്നും വീഴൂല. ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെയൊന്നും പറയില്ല. ഞങ്ങളുടെ ചേട്ടന് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹ അല്ലേ ചേട്ടാ? അതെ അതെ, ആ സ്നേഹം നിങ്ങൾക്ക് എന്നോടില്ലല്ലോ. ആര് പറഞ്ഞേ? ചേട്ടൻ ഞങ്ങളെ മുത്തല്ലേ. അതെ അതെ, ആരും ഇല്ലാത്തപ്പോ. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. ഞങ്ങൾക്ക് ചേട്ടൻ വെച്ചാ ജീവനാ. ഞാൻ വിശ്വസിച്ച്. എന്തൊരു സ്നേഹം. ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. സോറി ചേട്ടാ. എന്തിന്? ചേട്ടനെ ഞങ്ങൾ കുറെ കളിയാക്കിയില്ലേ. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കളിയാക്കിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാവുക.